നമസ്കാരം. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങളിരിക്കുമ്പോൾ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഭാവത്തെ സംബന്ധിച്ചിട്ട്, അവിടെ ഇരിക്കുന്ന ആ ഒരു ഗ്രഹങ്ങളുടെ കാരകത്വത്തെ സംബന്ധിച്ചിട്ട്, ഏതൊക്കെ ഗ്രഹങ്ങളാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഇരിക്കുന്നത്, അവർ ഏത് ഭാവത്തിൻ്റെ അധിപന്മാരാണ്, ആരുടെ നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് എന്നതിനൊക്കെ അനുസരിച്ചിട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില തടസ്സങ്ങൾ എന്ന് പറയാം, ഒരു തരത്തിൽ അതിനൊരു ബാധ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാലസർപ്പയോഗം എന്ന് പറയുന്നത്. കാലസർപ്പയോഗത്തെപ്പറ്റി പഴയൊരു വീഡിയോ ചാനലിലുണ്ട്, എത്ര തരമുണ്ട് എന്നുള്ളതിനെ പറ്റി. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ യോഗം ഉണ്ടാകുമ്പോൾ, അതുകൂടാതെ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങളിരിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, നമ്മുടെ ഒരു ജീവിത രീതി, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗ്രഹങ്ങളെല്ലാം രാഹുവിനും കേതുവിനും ഇടയിലിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാലസർപ്പയോഗം എന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ രാഹു ഇരിക്കുന്നത് ഇടവം രാശിയിലും കേതു ഇരിക്കുന്നത് വൃശ്ചികം രാശിയിലുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങളും ഈ രാഹുവിനും കേതുവിനും ഇടയിലായിട്ട് മിഥുനം, കർക്കിടകം, ചിങ്ങം, അതായത് ഇടവത്തിൽ നിന്ന് നമ്മൾ എണ്ണി നോക്കുമ്പോൾ ആ ഒരു എല്ലാ ഗ്രഹങ്ങളും മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി അങ്ങനെ വന്നിട്ട് ആ ഒരു വൃശ്ചികം വരെയുള്ള ഭാഗങ്ങളിലാണ് ഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നതെങ്കിൽ, അതുകൂടാതെ നിങ്ങളുടെ കേതുവിനും രാഹുവിനും ഇടയിൽ, അതായത് നിങ്ങൾ കേതുവിൽ നിന്ന് എണ്ണി നോക്കുകയാണ്, നിങ്ങളുടെ കേതു ഇരിക്കുന്നത് ചിങ്ങം രാശിയിലാണെന്ന് വിചാരിക്കുക, രാഹു ഇരിക്കുന്നത് കുംഭത്തിലാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഈ കേതുവിൽ നിന്ന് മുന്നോട്ട് നീങ്ങി കുംഭത്തിലേക്ക് പോകുന്നത് പോലെയുള്ളൊരവസ്ഥ. അതായത് ചിങ്ങം കഴിഞ്ഞിട്ടാണ് ചന്ദ്രനും സൂര്യനും മറ്റു ഗ്രഹങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ കേതുവിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചിട്ട് രാഹുവിലെത്തുന്നത് പോലെ ഒരു രീതി, അതുപോലെ രാഹുവിൽ നിന്ന്, അതായത് രാക്ഷസൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഗ്രഹങ്ങളെല്ലാം കേതുവിലേക്ക് എത്തുന്നത് പോലെ ഒരു രീതി. അപ്പോൾ എത്ര ടൈപ്പ് കാലസർപ്പയോഗം ഉണ്ട് എന്നതിനെപ്പറ്റി പഴയ വീഡിയോ ചാനലിലുണ്ട്. നമുക്ക് ഈ ഒരു അവസ്ഥയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഉദാഹരണം പറഞ്ഞതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, രാഹു എന്നതൊരു രാക്ഷസനെ പോലെയാണ് നമ്മൾ കാണുന്നത്. അതായത് സമുദ്രമന്ഥന സമയത്ത് സുരഭാനു എന്ന രാക്ഷസൻ ഒരു ഡ്രോപ്പ് അമൃത് സേവിക്കുകയുണ്ടായി. അപ്പോൾ ഇത് അറിഞ്ഞ സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിനോട് പറയുകയും അങ്ങനെ മഹാവിഷ്ണു ഈ രാക്ഷസൻ്റെ സുരഭാനുവിൻ്റെ തല അറുത്തു മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ തലഭാഗമാണ് രാഹു, ഉടൽ ഭാഗമാണ് കേതു എന്നാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അമൃത് സേവിച്ചത് കൊണ്ട് ഈ രാക്ഷസൻ മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തലഭാഗം എന്നത് രാഹുവാണ്, ഉടൽ ഭാഗം കേതുവാണ്. ഒരു ഷാഡോ പ്ലാനറ്റാണ്, ഛായാഗ്രഹമാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മളിതിനെ പിതൃക്കളുടെ കർമ്മവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് രാഹുവിനെ നമ്മൾ പിതാവിൻ്റെ വീട്ടിലെ കർമ്മമായിട്ടും കേതുവിനെ മാതൃ വീട്ടുകാരുടെ കർമ്മമായിട്ടും കാണാറുണ്ട്. അതായത് ആ ഒരു രണ്ട് കുടുംബങ്ങളായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ ഇവരുടെ കൂടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ രാഹു എന്ന് പറയുമ്പോൾ തലഭാഗം മാത്രമാണ്. അതിൻ്റെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ വായുള്ള ഒരു രാക്ഷസൻ്റെ ഒരു തല മാത്രമാണ്. അപ്പോൾ എല്ലാം വായിലേക്ക് കൊണ്ടുപോവുക കുംഭത്തിൻ്റെ കോറൂളർ കൂടിയാണ്. അതായത് എത്ര കിട്ടിയാലും മതിയാവില്ല. ആ 11ാം ഭാവത്തിന് ഒരു ആധിപത്യം ഈ രാഹുവിന് കൂടി കൊടുത്തത് ഒന്ന് മനസ്സിലാക്കാനാണ്. നമുക്ക് എത്ര ലാഭം കിട്ടിയാലും മതിയാവില്ല. അല്ലെങ്കിൽ ഇച്ഛാപൂർത്തിയുടെ ഒരു ഭാവമാണ് ഈ 11ാം ഭാവം, കുംഭം എന്നത്. അതായത് നമുക്ക് ഒരു ഇച്ഛ കഴിയുമ്പോഴത്തേക്കും വേറൊരു ഇച്ഛ വരും, വേറൊരു ആഗ്രഹം വരും. അങ്ങനെ ഈ രാഹുവിൻ്റെ ഒരു സ്വഭാവം കൂടി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന്. അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ചില ജാതകങ്ങളിൽ എത്ര ക്വാളിഫിക്കേഷൻ നേടിയാലും മതിയാവില്ല. അതായത് പഠിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല 5ാം ഭാവം പ്രണയം കൂടിയാണ്. അപ്പോൾ അവിടെ ആ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകാനും, 7ാം ഭാവത്തിൽ വന്നാലും ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഡെഫിനിഷനായിട്ടൊന്നും എടുക്കരുത്. മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം, ഏത് രാശിയിലാണ് ഇരിക്കുന്നത്, ആ രാശിയുടെ അധിപൻ്റെ ബലം എന്താണ്, ശുഭഗ്രഹങ്ങളാൽ ദൃഷ്ടമാണോ, അതുപോലെ എത്രമാത്രം പവർഫുള്ളാണ് ഓരോ യോഗങ്ങളും വരുന്നത് എന്നതിനനുസരിച്ചിട്ട് മാത്രമേ ഫലിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും
5-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും അത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് തരും എന്നൊരു അർത്ഥമേ ഇല്ല. അതുകൊണ്ട് എടുത്തു ചാടി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. ഇതൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോസാണെന്ന് മനസ്സിലാക്കുക. ഇത് രാഹുവിൻ്റെ പല സ്വഭാവങ്ങളെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ അതിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, ഒരു സ്വഭാവമാണിത്. അപ്പോൾ ഇങ്ങനെ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നത്. അപ്പോൾ പഠിത്തവും ഒക്കെ അങ്ങനെ തന്നെ. എത്ര ക്വാളിഫിക്കേഷൻ നേടിയാൽ 5-ാം ഭാവത്തിലും 9-ാം ഭാവത്തിൽ വന്നാലും വീണ്ടും വീണ്ടും അതായത് ബുധൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ജ്ഞാനം നേടാനല്ല, അത് വേണം, എനിക്ക് കാണിക്കണം, ലോകത്തെ അറിയിക്കണം. മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD കണ്ടിന്യൂസ്ലി പഠിക്കുന്നു. അപ്പോൾ ഇത് നല്ലത് മോശം എന്ന ഒരു കാര്യത്തെ പറ്റിയേ അല്ല പറയുന്നത്. ഇങ്ങനെയാണ് സ്വഭാവം. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാവത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. ഇത് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത്? അപ്പോൾ രാഹുവും വ്യാഴവും ഒക്കെയാണ് ഇതുപോലെ 5-ാം ഭാവവുമായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ അത് അപാരജ്ഞാനവും തരും. ഈ പഠിക്കാനുള്ള ആഗ്രഹം എന്നത് ആധ്യാത്മിക ചിന്തകളും പഠിക്കും, പുരാണങ്ങൾ പഠിക്കും, ശ്ലോകങ്ങളൊക്കെ പഠിച്ച് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കും, അപാരജ്ഞാനം നേടാനും ശ്രമിക്കും. മഹാഗുരു എന്നൊക്കെ പറയാം. ആ ഒരു ലെവലിലേക്കൊക്കെ എത്താനും സൂര്യൻ്റെ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ, സൂര്യൻ്റെ ഒരു യുതി അല്ലെങ്കിൽ സൂര്യൻ്റെ ഒരു ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂര്യൻ്റെ രാശികളിലും നക്ഷത്രങ്ങളിലും ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഈ ജാതകൻ്റെ നക്ഷത്രവും ലഗ്നവും ഒക്കെ വളരെ പ്രോമിനൻ്റ് ആണെങ്കിൽ നല്ല നോളജബിൾ ആയിരിക്കും. അപ്പോൾ രാഹുവിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പോൾ ഇങ്ങനൊരു സ്വഭാവമുണ്ട്. എത്ര അതായത് ഒരുപാട് വേണമെന്നത്. പക്ഷെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അത് എവിടെ ഉപയോഗിക്കണം എന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നത് കുറച്ച് ഈ രാഹുവിന് മിസ്സിംഗ് ആണ്. ആ ഒരു കാര്യം എന്നത്, അതായത് നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമുക്കിത് കഴിച്ചാൽ ദഹിക്കണമല്ലോ. ഈ ഒരു രാഹുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇതിന് തല മാത്രമേ ഉള്ളൂ, വായ തുറന്നിരിക്കുമെന്നല്ലാതെ എല്ലാം വായിലൂടെ എടുക്കുമെന്നല്ലാതെ അത് ദഹിക്കില്ല അതിന് എന്നൊരു രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാക്ഷസൻ്റെ വായിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം പുറത്ത് ചാടി കേതുവിലേക്ക് സഞ്ചരിക്കുന്നു എന്നൊരു സങ്കല്പം മനസ്സിൽ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഇടവത്തിൽ രാഹു, പിന്നീട് ഗ്രഹങ്ങൾ വരുന്നത് മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, അങ്ങനെ വൃശ്ചികത്തിന് ഇടയിലാണ് ഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത്. എങ്കിൽ ഇതൊരു തരത്തിൽ നല്ല യോഗമാണ്, കാലസർപ്പ യോഗത്തിൽ ആണെങ്കിലും. കാരണം രാക്ഷസൻ്റെ വായിൽ നിന്ന് ചാടിയിരിക്കുന്നു. നിങ്ങൾ ജനിച്ച സമയത്ത് ഈ രാക്ഷസൻ എവിടെ ഉണ്ടായിരുന്നുവോ, ഏത് രാശിയിലുണ്ടായിരുന്നുവോ, ആ ഒരു രാശിയിൽ നിന്ന്, ആ രാക്ഷസൻ ഇരിക്കുന്ന ആ ഒരു ഭാവത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളും. എന്നിട്ട് എല്ലാം കേതുവിൻ്റെ അടുത്തേക്ക്. പറയുമ്പോൾ അതിന് തലയില്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് പറയും. അത് വൈബ്രേഷൻ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതിന് തലയില്ലാത്തത് കൊണ്ട് ഇന്ദ്രിയങ്ങളില്ല. അതിന് രുചിച്ച് നോക്കാൻ അറിയില്ല, സ്മെല്ല് ചെയ്യാൻ അറിയില്ല, കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് സെൻസ് ചെയ്യുകയാണ്, അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത്. കേതു എന്നത് മോക്ഷത്തിൻ്റെ ഒരു കാരകഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ കേതുവിലേക്ക് എല്ലാ ഗ്രഹങ്ങളും വരുന്നു എന്നതിന് ഒരർത്ഥം എന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ആ വ്യാഴം നല്ലതാണെങ്കിൽ, ഏത് ഭാവത്തിലാണ് ഈ യോഗം വരുന്നത് എന്നത്, 1-ാം ഭാവത്തിനും 7-ാം ഭാവത്തിനും ഇടയിലാണോ, 5-നും 11-നും ഇടയിലാണോ, അതായത് ഏത് ഭാവത്തിനിടയിൽ വരുന്നു എന്നത്. കൂടാതെ ശുക്രനും വ്യാഴവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഒരു മോശം പ്രഭാവം അത് കുറയ്ക്കുന്നതുമായിരിക്കും. ലഗ്നാധിപൻ എത്ര ബലവാനാണ്, സ്വരാശിയിലാണോ ഇരിക്കുന്നത്, മാത്രമല്ല ശുഭഗ്രഹങ്ങളുടെ കൂടെയാണോ, ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ടൈമിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ജ്ഞാനം, ഒരു ബോധോദയം വന്നിട്ട്, പ്രത്യേകിച്ച് ഇവിടെ ഈ ഗുരുക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ശുക്രാചാര്യൻ, ശുക്രൻ എന്ന ഗ്രഹം, ബൃഹസ്പതി, വ്യാഴം എന്ന ഗ്രഹം, ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജ്ഞാനമാർഗത്തിലേക്ക് വന്നിട്ട് കുറേയൊക്കെ ഇതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കേതുവിൽ നിന്ന് എല്ലാ ഗ്രഹങ്ങളും രാഹുവിലേക്ക് പോകുന്നത് പോലെ. അപ്പോൾ ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എണ്ണാൻ തുടങ്ങുന്നത് മേടത്തിൽ നിന്നാണ്. മേടം, ഇടവം, മിഥുനം, അങ്ങനെയാണ് രാശി നമ്മൾ എണ്ണി തുടങ്ങുന്നത്. ആ ഒരു രീതിയിലാണ്. കേതു മീനം രാശിയിലാണെന്ന് വിചാരിക്കുക, രാഹു മിഥുനത്തിലും. ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജാതകത്തിലിരിക്കുന്നത് മേടം, ഇടവം, മിഥുനം അങ്ങനെ ഉള്ള രാശികളിൽ ഇരിക്കുകയാണ്. കേതു മീനത്തിലും രാഹു മിഥുനത്തിലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നത്, ഈ രാക്ഷസൻ്റെ വായിലേക്കാണ് ഗ്രഹങ്ങളെല്ലാം ഗോചരം ചെയ്ത് വരുന്നുണ്ടായിരുന്നത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത്. അതിൻ്റെ ഒരു അർത്ഥം എന്നത് ഇങ്ങനെയും മനസ്സിലാക്കാം, രാക്ഷസൻ്റെ വായിലേക്കാണ് പോകുന്നത് എന്നത്. ഈ ഒരു രീതി മോശമാണെന്നോ
ആദ്യം പറഞ്ഞത് വളരെ നല്ലതാണെന്നോ എന്ന് അങ്ങനെ പൂർണ്ണമായും ധരിക്കരുത്. ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും സംഘർഷങ്ങൾ തരുന്നത് തന്നെയാണ്, ബുദ്ധിമുട്ടുകൾ തരുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ കേതു മീനത്തിലും മിഥുനത്തിൽ രാഹു ഇരിക്കുമ്പോഴും അവിടെയും കൂടെ വ്യാഴം അതുപോലെ ശുക്രനൊക്കെ ഇരിക്കുകയാണെങ്കിലും ഒരു പരിധിവരെ ക്കന്മാരുടെ സപ്പോർട്ടുണ്ട് എന്ന് പറയാം. മാത്രമല്ല ലഗ്നാധിപന് എത്ര ബലമുണ്ട്, ചന്ദ്രൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടും, അതായത് ഏത് രാശികളിലാണ് ലഗ്നാധിപനും ചന്ദ്രനും ഒക്കെ ഇരിക്കുന്നത് അവരുടെ ബലം എന്താണ് എന്നതിനനുസരിച്ചിട്ടും ഫലം വ്യത്യാസം വരും. പക്ഷേ ഇതിൽ ഈ രണ്ട് കാര്യത്തിലും ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് സത്യമാണ്. ഇതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത് പൊതുവേ രാഹുവിനും കേതുവിനും ഇടയിൽ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാലസർപ്പയോഗം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും ആ ഒരു ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് പഠിക്കാനാണെങ്കിൽ ജോലി ചെയ്യാനാണെങ്കിൽ ഒക്കെ ആ ഒരു സ്വന്തം ആ ഒരു ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഒരു തരത്തിൽ നല്ലത്. അത് പലപ്പോഴും അങ്ങനെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ദേശം വിട്ട് പോകേണ്ടതായിട്ട് വരാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നവുമല്ല അത്. എല്ലാവരും വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ പോയി പഠിക്കാനും ജോലി ചെയ്യാനും താമസിക്കാനും വിമുഖത കാണിക്കാറില്ല, ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു യോഗങ്ങളൊന്നും വലിയ പ്രശ്നമല്ല. ആ ഒരു സ്വന്തം ഗ്രാമം വിട്ടു പോകേണ്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ രാജ്യഭ്രഷ്ടനാക്കുക എന്ന ഒരു അവസ്ഥ ഒന്നും ഇന്നൊരു വിഷമമുള്ള കാര്യമേ അല്ല. പക്ഷേ ഇത് സംഘർഷങ്ങൾ തരും. ഇത് ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് അത് അവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫലങ്ങൾ തരും. നിങ്ങളുടെ 5, 11 ഭാവങ്ങളുടെ ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ 5-ാം ഭാവം 11-ാം ഭാവം എന്ന കാര്യങ്ങളെ, അതായത് എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, കുട്ടികൾ, അവരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള കാലതാമസമായിക്കോട്ടെ, പ്രണയബന്ധങ്ങളിൽ ഒരുപാട് തകർച്ചകൾ വരിക, അതുപോലെ ലാഭസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഇൻകം വരാതിരിക്കുക, എല്ലാ മാസവും ഒരുപോലെയുള്ളൊരു വരുമാനം വരാതിരിക്കുക, ചിലപ്പോൾ 11-ാം ഭാവത്തിലെ കേതുവൊക്കെ ആകസ്മികമായിട്ട് ഒരുപാട് ധനലാഭവും കൊണ്ടുതരാറുണ്ട്. ഇവരിയ്ക്കുന്ന സ്ഥലം എന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ കാണിക്കുന്നുണ്ട്, കൂടാതെ നമ്മുടെ പിതൃക്കളുടെ കർമ്മവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അപാര ധനവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യാഴത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട്, ബുധൻ്റെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കാലസർപ്പ യോഗമല്ലെങ്കിലും നിങ്ങളുടെ രാഹു കേതു എന്നത് 5, 11 ഭാവത്തിനിടയിൽ, അല്ലെങ്കിൽ ചിങ്ങം, കുംഭം, അത് നാച്ചുറൽ സോഡിയാക്കിൽ 5ഉം 11ഉം ഭാവമാണ്. അതിൻ്റെ ഇടയിലൊക്കെ രാഹു കേതുക്കൾ ഇരുന്നിട്ട് അവരുടെ കൂടെ അതിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ വ്യാഴം കൂടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിദ്യാഭ്യാസം, അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സന്താനങ്ങളുടെ ഒരു സുഖവും ഒക്കെ തരും. അപ്പോൾ എല്ലാ യോഗവും നമുക്ക് അങ്ങനെ മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ സാധ്യതകളില്ല എന്ന് പറയാനോ കഴിയില്ല. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടാണ്, നമ്മൾ കഴിഞ്ഞുപോയ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് എടുത്തു തരുന്നതും നമ്മൾ അത് അനുഭവിക്കുന്നതും. ഇതിൽ നമുക്ക് മാത്രമേ റോളുള്ളൂ. ഇതിൽ നമുക്ക് ഭഗവാനെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. ഇത് നമ്മുടെ കർമ്മം, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. പിതൃക്കളുടെ കർമ്മം അത് നമ്മൾ അനുഭവിക്കുന്നു. പിതൃ എന്ന് പറഞ്ഞാൽ വേറൊരാളല്ല. ഒരുപക്ഷെ നിങ്ങളുടെ പിതൃ തന്നെ ഇത് അനുഭവിക്കാനായിട്ട് നിങ്ങളായി ഇരിക്കുന്നതാണ്. നിങ്ങൾ എന്നത് നിങ്ങളുടെ പിതൃ സ്വയം ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പുനർജന്മമായിരുന്നു നിങ്ങൾ എന്നത്. അപ്പോൾ സ്വന്തം കർമ്മം അനുഭവിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻ്റ് ആയിരിക്കാം നിങ്ങളായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്, ഈ ഒരു ശരീരത്തിലിരിക്കുന്നത്. അപ്പോൾ സ്വന്തം കർമ്മങ്ങൾ അനുഭവിക്കുന്നത് പോലെ അതും നമുക്ക് ഈ രാഹുകേതുക്കളുടെ ഇടയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് കർമ്മം ചെയ്യേണ്ടുന്ന ഒരു ഏരിയയാണ് എവിടെ രാഹു കേതുക്കൾ ഇരിക്കുന്നുണ്ടോ എന്നത്. അവിടെ ആ ഭാഗത്ത് നമുക്ക് തെറ്റ് വരാതിരിക്കാൻ, തെറ്റുകൾ എന്നത് അറിയാതെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഏത് ഭാവത്തിൽ ഈ രാഹു കേതുകൾ ഇരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നു, അത് വളരെ നമുക്ക് ജ്യോതിഷം അറിയുമെങ്കിൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആ ഒരു ഭാവത്തിൽ നമ്മളോട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വരുന്നതായിട്ടൊക്കെ കാണാം. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ അത് നമുക്ക് തോന്നും നമുക്ക് വലിയ നഷ്ടം തരുന്നതായിരിക്കും, എന്നാലും ആ ഒരു പ്രാരാബ്ധം തീരാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എത്രമാത്രം ഗ്രഹങ്ങൾ ഇവരുടെ കൂടെ ഇരിക്കുന്നു, 4 ഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ 3 ഗ്രഹങ്ങളൊക്കെ രാഹുവിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണത്തിന് മീനം ലഗ്നത്തിൽ രാഹു, ശനി, ശുക്രൻ, ബുധൻ, സൂര്യൻ, ഇത്രയും ഗ്രഹങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ചന്ദ്രൻ സ്വരാശിയിൽ കർക്കിടകത്തിൽ.
അതായത് 5-ാം ഭാവത്തിൽ പൂർവ്വജന്മ പുണ്യത്തെ കാണിക്കുന്ന ഭാവത്തിൽ ചന്ദ്രൻ ഇരിക്കുകയാണ് സ്വരാശിയിൽ. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാം, ഇത്രയും ഗ്രഹങ്ങളുടെ ത്രികോണത്തിലാണ് ഈ പൂർവ്വജന്മ പുണ്യപാപങ്ങളെ കാണിക്കുന്ന ആ ഭാവത്തിൽ ചന്ദ്രൻ സ്വരാശിയായിരിക്കുന്നത്. സൂര്യൻ എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ അധിപനാണ്, ചിങ്ങത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഇവിടെ ശുക്രനും രാഹുവും ഒക്കെ വരുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രണയബന്ധങ്ങൾ, അത്രയും അദ്ദേഹത്തിന് പ്രാരാബ്ധങ്ങളുണ്ട്. ഓരോ ദശാകാലം മാറി വരുമ്പോഴും ആരെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. ഒന്ന്, ആ ഒരു യുവപ്രായാവസ്ഥയിൽ ഓരോ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ അന്തർദശകളിലൊക്കെ ചെറുതായിട്ട് ചില റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകും. എന്നാൽ പോലും ദശാകാലങ്ങൾ വരുമ്പോൾ ഇവിടെ മറ്റു ബന്ധങ്ങൾ എന്നത് പഴയ ജന്മത്തിലെ പ്രണയിനി തന്നെ വരണം എന്നില്ല, കർമ്മബന്ധമുള്ള ആൾക്കാർ വരും. ചന്ദ്രൻ വീട്, വാഹനം, പ്രോപ്പർട്ടി കൂടാതെ നമ്മുടെ ഒരു പണമായിട്ടും നമ്മുടെ ആ ഒരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ കാണാവുന്നതാണ്. അതായത് ഈ വ്യക്തിക്ക് സുഖം തരാനും സുഖം കൊടുക്കാനും ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഇത് ശുക്രനും രാഹുവൊക്കെ ലഗ്നത്തിലിരിക്കുമ്പോൾ കേതു ഇവിടെ 7-ാം ഭാവത്തിൽ, അതായത് ആ ഒരു ഭാര്യാഭാവത്തിലാണ് കേതു ഇരിക്കുന്നത്, മിഥുനത്തിൽ. അതായത് കന്നി എന്നത് പ്രാരാബ്ധത്തിൻ്റെ ഒരു രാശിയാണ്. അപ്പോൾ എത്രമാത്രം ആൾക്കാരോട് ഇദ്ദേഹത്തിന് ഈ സന്തോഷം, ഞാൻ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പറയുകയാണ്, ആ സന്തോഷം കൈമാറാനുണ്ടാകും, സ്നേഹം കൈമാറാനുണ്ടാകും, പ്രണയം കൈമാറാനുണ്ട്. അങ്ങനെയും സംഭവിച്ച ജാതകങ്ങളുണ്ട് കുറേ പ്രായമായിട്ടും. അത് ചിലതൊക്കെ പൂർവ്വജന്മത്തിലെ സന്താനങ്ങളായിരിക്കാം വരുന്നത്. അവരെ നർച്ചർ ചെയ്യുക, അവരെ കെയർ ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ശുക്രനും രാഹുവും ആയതുകൊണ്ട്, ലഗ്നത്തിലായതുകൊണ്ട് ഇവർക്ക് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാകും. പൊതുവേ ആൾക്കാർ അവരോട് അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ചന്ദ്രൻ ഇതുപോലെ നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നൊരു രീതിയിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് അവിടെ 7-ാം ഭാവാധിപൻ ബുധൻ നീചസ്ഥനായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വ്യാഴത്തിൻ്റെ അവസ്ഥ പറഞ്ഞില്ല. ആണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ചന്ദ്രൻ ഇവിടെ സ്വരാശിയിലിരിക്കുകയാണ്, ഉച്ചത്തിലായ ശുക്രനിൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു ഫീമെയിൽ സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ രാഹുവും ശനിയും ഈ ചന്ദ്രൻ്റെ ത്രികോണത്തിലായിട്ട്, രാഹുവും ശനിയും ശുക്രൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ, മീനത്തിലായതുകൊണ്ട്, മീനം നഷ്ടങ്ങളുടെ രാശിയാണ്, കൊടുക്കുന്ന രാശിയാണ്, ഒരുപാട് ആൾക്കാർ പണം വാങ്ങിക്കൊണ്ടുപോവുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യും. മറ്റൊരു കാരണം എന്നത് പ്രാരാബ്ധത്തിൻ്റെ രാശിയിൽ കേതുണ്ട് 7-ാം ഭാവത്തിൽ, മറ്റുള്ളവരുടെ അടുത്തു നിന്ന് വാങ്ങിയ പണം എന്നത്. അപ്പോൾ രാഹുകേതുക്കളുടെ ഇടയിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ, അതായത് ഇവിടെ ശനി എന്നത് 12-ാം ഭാവാധിപനാണ്, 11-ാം ഭാവാധിപൻ കൂടിയാണ്. പറ്റിച്ചിട്ട് പോയ ആൾക്കാരുമുണ്ട്. അതായത് പണത്തിൻ്റെ കാര്യത്തിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ഹെവി ഹോസ്പിറ്റൽ എക്സ്പെൻസ്. മീനം എന്നത് ആശുപത്രിയെ കൂടി സൂചിപ്പിക്കുന്നു, 12-ാം ഭാവം എന്നതും ആശുപത്രിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശനി അങ്ങനെ ലഗ്നത്തിലുണ്ടാകുമ്പോൾ ഹെവി എക്സ്പെൻസ്, സ്വന്തം മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി. അവിടെ ചന്ദ്രൻ ബലവാനായിരിക്കുന്നു എന്നതും, ലഗ്നത്തിലെ സൂര്യനും മീനത്തിലെ സൂര്യനും ഈ ഒരു ചന്ദ്രൻ ബലവാനായിരിക്കുന്നു എന്നതും, കൂടാതെ ആ ഒരു ശുക്രൻ ഉച്ചത്തിലായിരിക്കുന്നു, നീചഭംഗം വന്ന ബുധനുമുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പറയത്തക്ക ടെൻഷനില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്നതല്ലാതെ ഇതൊരു ടെൻഷനില്ല. ഇതൊരു വ്യക്തിയുടെ ജാതകം നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ഇതിനെ നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവരുത്. ഇതൊരു വ്യക്തിയുടെ ജാതകം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനൊരു ഉദാഹരണമാണ്. ഇതിന് ഒരിക്കലും നമ്മൾ ജഡ്ജ്മെൻ്റൽ ആകരുത്. അത് ശരിയല്ല, ഇത് ശരിയാണ്, എങ്ങനെയാണ് ഇത്രയും പ്രണയിനിമാർ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ ജഡ്ജ്മെൻ്റിൽ നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ, വ്യക്തികളെ ശരി തെറ്റ് എന്ന ഒരു ഇത് വെച്ചിട്ട് അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റില്ല. കർമ്മങ്ങളാണ്, ആരോടൊക്കെ എത്രമാത്രം കൊടുക്കാനുണ്ട് എന്നത് അത് കൊടുക്കേണ്ടി വരും. ഇമോഷണൽ സപ്പോർട്ട് ചോദിച്ചിട്ട് വരും, കെയറിങ് കൊടുക്കേണ്ടി വരും, സ്നേഹം കൊടുക്കേണ്ടി വരും. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ, അതായത് ഇങ്ങനെ പല റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരാനുണ്ടായ ഒരു കാര്യം എന്നത് ലഗ്നത്തിലെ പാപഗ്രഹങ്ങൾ മാത്രമല്ല, ലഗ്നാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പൊസിഷൻ നല്ലതല്ലാത്തതുകൊണ്ടും ബലമില്ലാത്തതുകൊണ്ടും ആണ്. അതാണ് ആ ഒരു പണത്തിൻ്റെ കാര്യത്തിലും ഹോസ്പിറ്റൽ എക്സ്പെൻസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഇദ്ദേഹത്തിന് നിൽക്കുന്നത്, ആ ലഗ്നാധിപൻ നല്ല അവസ്ഥയിലല്ലാത്തതുകൊണ്ട്.
അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ടത്, ഗ്രഹങ്ങളെ ഒരു യോഗവും ഒന്നും മോശമല്ല, അതിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ. ഇവിടെ ഇത്തരം യോഗങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും 36 വയസ്സ് വരെ തീർച്ചയായിട്ടും സംഘർഷങ്ങളുണ്ട്. പുരോഗതി എന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഇവിടെ തീർച്ചയായിട്ടും രാഹു കേതുവിൻ്റെ ഇടയിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാകും. ആ സംഘർഷങ്ങളെ ധൈര്യപൂർവം സഹിച്ച് അതിനെ മറികടക്കാനുള്ള അധ്വാനം, ഭക്തി, ദൈവവിശ്വാസം ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ചില ആൾക്കാർ തളർന്നു പോകാറുണ്ട്, ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കും, പഠിത്തം ഉപേക്ഷിക്കും, ജോലിയിൽ ഒരുപാട് സംഘർഷം വരുമ്പോൾ അത് ഉപേക്ഷിക്കും. അതായത് ആ സംഘർഷങ്ങളൊന്നും മറികടന്നാൽ 36 തൊട്ട് പതുക്കെ ഗ്രോത്ത് കാണും. 42 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഒരു ആശ്വാസം വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ എടുത്തു പറയാം, ആ ശുഭഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഗ്രോത്തും കാണാവുന്നതാണ്. പക്ഷേ സംഘർഷങ്ങളുണ്ടാകും, ഇവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ടാകും. അതുപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങളും എല്ലായിടത്തുനിന്നും ഒരു ഡ്രൈനെസ് അനുഭവിക്കാൻ കഴിയും, ഒരു വിരക്തി അനുഭവിക്കാൻ കഴിയും. ഈ യോഗത്തിലൂടെ ആരാണ് കടന്നു പോയിട്ടുള്ളത്? അതുപോലെ ഈ രാഹു കേതുവിൻ്റെ ഇടയിൽ ഗ്രഹങ്ങൾ കൂടുതൽ ഇരിക്കുമ്പോൾ, ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ആരാണോ ആ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോയത്, ശരണാഗതരായിട്ടിരുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം കിട്ടിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഇവരാണ് ഉയർന്ന പോസ്റ്റുകളിലിരിക്കാറ്, മാനേജീരിയൽ പോസ്റ്റുകളിലിരിക്കാറ്, പൊളിറ്റിക്സിലുള്ളവരായിക്കോട്ടെ, പിന്നീട് നല്ല സാമ്പത്തിക സ്ഥിതിയിൽ എത്തിച്ചേർന്നവർ. ഇവർ ആ സംഘർഷം കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നേട്ടങ്ങളും തരാൻ കെൽപ്പുള്ളവരുമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ശാപങ്ങളുള്ള ജാതകമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഏത് ഭാവത്തിലുമായിക്കോട്ടെ, നിങ്ങളുടെ രാഹു കേതുക്കൾ ഇരിക്കുന്നത് ഏത് ഭാവത്തിലുമായിക്കോട്ടെ, അവരുടെ കൂടെ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാലസർപ്പയോഗം പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിയുന്നതും ആരാധനാലയങ്ങളിൽ പോയിട്ട് അപരാധങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചില ആൾക്കാർ വളരെ നാസ്തിക് ആയിട്ട് കാണാറുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ കുലദേവത, നിങ്ങളുടെ ഗ്രാമദേവത, അതായത് നിങ്ങളുടെ ആ ഒരു ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദേവതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പിതൃക്കൾ, ഇത്തരം കർമ്മങ്ങളിലോ ഇതിലൊന്നിലും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കാതിരിക്കുക, അതിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. ഇനി ഏതെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോഴും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആരാധനാലയങ്ങളിൽ പോകേണ്ടി വന്നാൽ, പ്രത്യേകിച്ചും വളരെ പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. മനസ്സിൽ പോലും, പുറമെ പറയണമെന്നില്ല, എന്തൊക്കെയാണ് ഈ ചടങ്ങുകൾ, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത്, ഇത്രയും തിക്കിലും തിരക്കിലും ഈ മലയൊക്കെ കയറി ഇവിടേക്ക് വരേണ്ടതുണ്ടോ, സ്ത്രീകൾ പ്രവേശിച്ചാൽ എന്താണ്, ഇങ്ങനത്തെ കമൻറ്റ്സ് പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ബാധകമാണ്. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ദോഷങ്ങളുള്ള ജാതകങ്ങളൊക്കെ ആണെങ്കിലാണ് ഇത് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിലേക്ക് വരുന്നത് തന്നെ. കാരണം ഓൾറെഡി പിന്നെയും ആ ചക്രത്തിലേക്ക് പെടാനാണ്. ഈ ക്ഷേത്രങ്ങളിലേക്ക് പോയാലോ എവിടെയായാലും കോമരങ്ങളെ കാണുമ്പോൾ, അതുപോലെ ആചാരങ്ങൾ കാണുമ്പോൾ, തെയ്യം, മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ കാണുമ്പോൾ, ചില റിച്വൽസ് കാണുമ്പോൾ ഒക്കെ കളിയാക്കുമ്പോൾ മനസ്സിൽ തോന്നിയാലും മതി, വളരെ സൂക്ഷിക്കണം. കാരണം ആ മെയിൻ ദേവതയുടെ അവരുടെ ഒരു പരിവാര ദേവതകൾ, ദേവിയാണെങ്കിൽ യോഗിനിമാർ ഒക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ആ ഒരു ക്ഷേത്രത്തിലുണ്ടാകും. വലിയ ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അത്രയും പവർ കൂടുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു ദേവത, ആ ഒരു മെയിൻ ദേവത, പിന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ യോഗിനിമാരെ പോലെയുള്ള അവരെ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഇവരെ പറ്റിയൊന്നും മനസ്സിൽ അങ്ങനെ നെഗറ്റീവായിട്ട് സ്മരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം പ്രധാനപ്പെട്ട ദേവത ആയിരിക്കില്ല അതിന് പ്രതികരിക്കുന്നത്. ആ ദേവിയുടെ ഒരു പരിവാര ദേവതകൾ അല്ലെങ്കിൽ യോഗിനിമാർ, അവർക്കും നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊരു ചിന്തയായിട്ട് പോലും വരരുത്. അതായത് പ്രധാനപ്പെട്ട കർമ്മം എന്നത് നമ്മുടെ ആ ഒരു മനസ്സിൽ, ചിന്തയിലാണ്, ഇൻറ്റൻഷനാണ്, ഉദ്ദേശശുദ്ധിയാണ്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത, വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. ഈ പറയുന്ന യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ഞാൻ എടുത്തു പറയുന്നത്. ഇത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യരുത്. അത് ബന്ധിപ്പിക്കും നമ്മളെ.
എല്ലായിടത്തും ബ്ലോക്കേജസ് കൊണ്ടുതരും. അത് നിങ്ങളെ ബന്ധിപ്പിക്കുന്നതായിരിക്കും, അത് ബ്ലോക്കേജസ് കൊണ്ടുതരും. അത് മനസ്സിലാവില്ല അങ്ങനെ പെട്ടെന്ന്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കളിയാക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്തൊക്കെ പറയുന്നവരുണ്ട് എന്നത്. അവരുടെ ആ ഒരു ഒന്ന് അവരുടെ പിതൃക്കൾ ചെയ്ത കർമ്മം, അവരുടെ കുലദേവതയുടെ ആ ഒരു അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടക്കുകയും ഇത് അവരുടെ കുടുംബക്ഷേത്രങ്ങളിലും കുലദേവതമാരെയും അവരുടെ ഗ്രാമദേവതയാണെങ്കിലും സ്ഥാനദേവതയാണെങ്കിലും അവരുടെ അവരുടെ പിതൃക്കളുടെ കർമ്മമാണെങ്കിലും അവരുടെ പൂർവ്വജന്മ പുണ്യമാണെങ്കിലും അതിൻ്റെ ബാലൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഈ ജന്മത്തിൽ അതിൻ്റെ ഫലം കാണാതിരിക്കുന്നത്. പക്ഷേ ഓരോ കർമ്മത്തിനും അതിൻ്റെ ഫലമുണ്ട്. അത് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് അത് ക്യാരി ഫോർവേഡ് ആകുന്നതാണ്. അല്ലെങ്കിൽ സന്താനങ്ങളിൽ അത് പ്രകടമായിട്ട് കാണാവുന്നതാണ്. ഇത് നടക്കും, ആ ഒരു കാര്യം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ രാഹു കേതു എന്നത് അതിൻ്റെ ഇടയിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വ്യാഴമൊക്കെ വരുമ്പോൾ, 9ാം ഭാവാധിപൻ വരുമ്പോൾ, ഇവിടെ ത്രികോണാധിപതികൾ വരുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ചന്ദ്രനും സൂര്യനായാലും ശുക്രനും വ്യാഴവുമായാലും ഒക്കെ മനസ്സിലാക്കുക, നമ്മൾ ഇത്തരം അപരാധങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ തരുന്നുണ്ട് എന്ന് അറിയാൻ പറ്റുന്നത് രോഗങ്ങൾ വരുമ്പോൾ, അതായത് സ്കിൻ ഡിസീസൊക്കെ വരുമ്പോൾ, അതുകൂടാതെ കുടുംബത്തിൽ ഐക്യമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, കൂടാതെ ജോലി സ്ഥിരതയില്ല, ജോലി ഇല്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, സന്താനങ്ങളില്ലാത്ത അവസ്ഥ, സന്താനങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് ലക്ഷണങ്ങളിൽ പെടും. എന്നാലും നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസും ഇവരിൽ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. എന്നാലും ഈ രാഹു കേതുവിൻ്റെ ആക്സസ് ഏത് ഭാവത്തിൽ വരുന്നു, അവരുടെ കൂടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇഷ്ടദൈവത്തിന് നമ്മളെ സമർപ്പിക്കുക, ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഒരു രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ, കുലദേവതകളുടെ കൃപയുണ്ടെങ്കിൽ, പിതൃക്കളുടെ കൃപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. അത് എങ്ങനെയായാലും ഏത് വഴിയായാലും ഉപദേശങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രാഹു കേതുവിൻ്റെ ഇടയിൽ ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ദാനധർമ്മം ഒരു ശീലമാക്കുക, അതുപോലെ പിതൃക്കളുടെ കർമ്മം ചെയ്യുന്നത് ഒരു ശീലമാക്കുക. അതുപോലെ അമാവാസി ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേരിൽ അന്നദാനത്തിനായിട്ടും ഒക്കെ കൊടുക്കുക. എപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും നെയ്വിളക്ക് കഴിപ്പിക്കുക. അതുപോലെ സ്ഥിരമായിട്ട് ഒരു ചിട്ട ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും 6ാം ഭാവത്തിലൊക്കെ കേതു വരുമ്പോൾ ചിട്ട എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് എളുപ്പമല്ല, വരില്ല. അത് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ക്ഷമിച്ചൊക്കെ കൊടുക്കുമായിരിക്കും. 6ാം ഭാവത്തിൽ കേതു വരുമ്പോൾ എനിക്ക് ഇവരോടൊന്നും വഴക്ക് കൂടാൻ പറ്റില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓഫീസിലൊക്കെ ആണെങ്കിൽ 10ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ ഒക്കെ കേതു ഉണ്ടാകുമ്പോൾ ഓഫീസിലൊക്കെ കാര്യമാണെങ്കിൽ എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ അടിപിടി കൂടാൻ നിൽക്കില്ല, അവർ പോകും. പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി നഷ്ടം നമുക്കായിരിക്കും വരുന്നത്, പിന്നെ ഒരു ജോലി കിട്ടാനുള്ളൊരു പ്രയാസം. അപ്പോൾ കാര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരു ഉപദേശം തേടാനും, അതായത് നമുക്കൊരു വിഷമം വരികയാണ്, ആൾക്കാരെല്ലാം എതിരെ തിരിയുകയാണ്, അതിനെ മാനേജ് ചെയ്യാനും ഈ സമയവും കടന്നു പോകും. ശരണാഗതരായിട്ടിരിക്കാനും എന്ത് ചെയ്യണമെന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കാണാറുണ്ട്. ഡിവോഴ്സ് കാര്യങ്ങളിലാണെങ്കിലും ഒരു പങ്കാളിയുടെ പെരുമാറ്റമാണെങ്കിലും എത്ര അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ടൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയും. അപ്പോൾ ചിന്തിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ അത് ആ പൂർവ്വജന്മ കർമ്മങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത അപരാധങ്ങൾ എന്താണെന്ന് ഭഗവാന്റെ മുന്നിൽ പറഞ്ഞ്, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞ്, പ്രത്യേകിച്ച് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ വേണം. അപ്പോൾ കുറേയൊക്കെ ശരിയാവും. മറ്റു പരിഹാരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓരോരുത്തരുടെയും ജാതകത്തിനനുസരിച്ചിട്ട് ചില ക്ഷേത്രങ്ങളിൽ പോയാലും ഒക്കെ നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൂറും പാലും അതുപോലെ അഭിഷേകങ്ങൾ കഴിപ്പിക്കുന്നത് ഒക്കെ ഗുണം ചെയ്യും. ചന്ദ്രനും രാഹുവൊക്കെ ഒരുമിച്ചുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷീരധാര ചെയ്യുന്നത്, ഭഗവാൻ ശിവന് ക്ഷീരധാര ചെയ്യുന്നതും നാഗരാജാവിന് പാലഭിഷേകം ചെയ്യുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വേണം. അതുപോലെ ആത്മാർത്ഥത, സിൻസിയറിറ്റി, അതുപോലെ ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം എന്നത് മുഖ്യമാണ്. വഴിവിട്ട ഒരു ജീവിതം വന്നു ചേരാൻ സാധ്യതയുണ്ട്, ഒന്നിനും നിയന്ത്രണമില്ലാതെ. അപ്പോൾ അത് ചില ജാതകങ്ങളിലാണ് വളരെ നെഗറ്റീവായിട്ട് കാണുന്നത്. ചില ആൾക്കാർക്ക് ഉപദേശങ്ങളും സ്വീകരിക്കില്ല. അപ്പോൾ ഇപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങൾ വന്നിട്ട് രാഹു മഹാദശയൊക്കെ വരുമ്പോൾ രാഹുവിൻ്റെ ത്രികോണങ്ങളിൽ ചൊവ്വയിരിക്കുകയാണെങ്കിൽ, അതായത് രാഹുവിൽ നിന്ന് 1, 5, 9 ഭാവങ്ങളിൽ ചൊവ്വയിരിക്കുകയാണെങ്കിലും
അതുപോലെ രാഹു ചൊവ്വയുടെ നക്ഷത്രത്തിലാണെങ്കിലും രാശികളിലാണെങ്കിലും ഒക്കെ ഈ നോൺ വെജിനോടുള്ള ഒരു ക്രേവിങ് എന്നത് അതെ ആ ഒരു നമ്മുടേതല്ലാത്ത ഒരു ആഹാര രീതിയോടായാലും ഫാസ്റ്റ് ഫുഡിനോടായാലും ഒരു ക്രേവിങ് വരുന്നതായിട്ടും കാണാം. അൾട്ടിമേറ്റ്ലി എന്തും അധികമായാൽ അത് വിഷം തന്നെയാണ്. രാഹു എന്നത് ഒരു വിഷമാണ്. നമുക്ക് ഇതിന് ശരിക്കും മഹാദേവനെ ആരാധിക്കണം എന്നത് പറയുന്നതും ഭഗവാൻ ആ വിഷം സ്വീകരിച്ചിരുന്നു. ഈ സമുദ്രമന്ഥന സമയത്ത് ഭഗവാൻ ആ വിഷം സേവിച്ച് രക്ഷിച്ചിരുന്നു. ആ ഒരു കർമ്മം അങ്ങനെയാണ് പോസിബിൾ ആയതും. അപ്പോൾ നമ്മൾ ഇവിടെ നീലകണ്ഠനെ ചന്ദ്രശേഖരനായിട്ടുള്ള ഭഗവാൻ ശിവനെ ആരാധിക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യുന്നു. ഈ വീഡിയോ തന്നെ എത്രമാത്രം ആൾക്കാർ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ടു എന്നത് എനിക്കറിയില്ല. കാരണം അതിനും വേണം നിങ്ങളുടെ രാഹുവിനും കേതുവിനും ഇടയിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം. ഗ്രഹങ്ങൾ എന്നത് ഭഗവാന്റെ പരിചാരകർ തന്നെയാണ്. എല്ലാം ഭഗവാന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അറിവും വന്നു ചേരൂ. പിന്നെ ആ അറിവ് ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇവിടെ നാഗരാജാവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നത് അപരാധം ഏറ്റുപറയുക അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അപരാധങ്ങൾ നമ്മുടെ മാത്രമല്ല നമ്മുടെ പിതൃക്കളുടെ അപരാധങ്ങളും ക്ഷമിച്ചു തരണമെന്നത് അതാണ് ആവശ്യപ്പെടേണ്ടതും. അത് വളരെയധികം ഇമോഷണലായിട്ട് തന്നെ നമുക്കത് ഹൃദയത്തിൽ നിന്ന് വരണം. കാരണം ചില ആൾക്കാർക്ക് അത്രയും പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ഒരു പ്രശ്നം ഈ ചക്രം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഒരു പ്രശ്നം കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം തുടങ്ങും. ഒന്ന് സെറ്റിലായി മാരീഡ് ലൈഫിൻ്റെ കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നത്തിലായിരുന്നു. ഒന്നത് സെറ്റിലായി ഒരുപാട് വർഷങ്ങൾക്ക് 20 വർഷത്തിന് ശേഷമാണ് ജീവിത പങ്കാളിയായിട്ട് ഒരു ബന്ധം നല്ലതായി തുടങ്ങിയെന്ന് തോന്നിയത്. 20 വർഷം നോക്കൂ, ആ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു നല്ല ഭാഗം മുഴുവൻ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ശരിയായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ആ ഒരു മിഡ് ഏജിലേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല ഒരു രീതിയിൽ വന്നിരിക്കുന്നു ഭാര്യയും ഭർത്താവും. അപ്പോൾ ഒരു സമാധാനിച്ചിരിക്കുമ്പോഴാണ് സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ചക്രത്തിൽ അങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. ഏത് ഭാവത്തിൽ ഇത് വരുന്നു എന്നതിനനുസരിച്ചിട്ട് അവിടെയാണ് ചക്രം കറങ്ങുക. അപ്പോൾ ഇവിടെ രാഹുവിൽ നിന്ന് കേതുവിലേക്ക് ഗ്രഹങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാരാധന ചെയ്യാൻ കഴിയുമെങ്കിൽ, ഭഗവാന്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ശരിക്കും ഉയർത്തും. ഇവിടെ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത്, ദേവിയെ ആരാധിക്കുന്നത്, അനന്തശയനായ നാരായണനെ ആരാധിക്കുന്നത് എല്ലാം ഗുണം ചെയ്യും. രാഹുവാണ് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദേവി ആരാധന ഒരുപാട് ഗുണം ചെയ്യും. എപ്പോഴൊക്കെ അസുരന്മാർ ബുദ്ധിമുട്ടിച്ചുവോ അപ്പോഴൊക്കെ ദേവി അസുര നിഗ്രഹം ചെയ്തിരുന്നു. അതുകൊണ്ട് ദേവി ആരാധന രാഹു തരുന്ന മോശം ഇഫക്ട്സിന് വളരെ നല്ലതാണ്. ഒരുപാട് രാഹുവിൻ്റെ ത്രികോണങ്ങളിൽ ചന്ദ്രമംഗല യോഗം നടക്കുമ്പോഴും അത് വളരെയധികം സ്വഭാവത്തെ ബാധിക്കുന്നതാണ്. അതിനെപ്പറ്റി ഇവിടെ കൂടുതൽ പറയുന്നില്ല. വ്യാഴം നല്ലതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വഭാവത്തെ കൂടുതലായിട്ട് ബാധിക്കും. ഏത് രാശിയിൽ നടക്കുന്നു ചന്ദ്രമംഗല യോഗം എന്നതിനനുസരിച്ചിട്ടും. അപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ കാമം അധികമാണ് എന്ന് തോന്നുമെങ്കിലും ദേവി ആരാധന ചെയ്യുക, ക്ഷമയ്ക്കായി യാചിക്കുക, ദേവി ആരാധന നടത്തുക, ഒരു ഗുരുവിൻ്റെ കീഴിൽ സാധനകൾ പഠിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രതിവിധി എന്നത്. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ 9ാം ഭാവാധിപൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം, പിതൃക്കളുടെ അനുഗ്രഹം, നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ അപരാധങ്ങളെപ്പറ്റി ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അവിടെ ഇൻസൾട്ട് ചെയ്താൽ അപരാധങ്ങൾ പറ്റും എന്നതിൻ്റെ ആ ഒരു അഗാധതയെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ, കാരണം ഇത്തരം അപരാധങ്ങൾ ആ വ്യക്തിയോ വീട്ടുകാരോ ആർക്കും ഓർമ്മയും ഉണ്ടാകില്ല, അത് അറിയുമില്ല. കാരണം അതെപ്പോഴും മനസ്സിൽ വന്നു പോയൊരു തോട്ടായിരുന്നു. പ്രകടമായി പറയാത്തതായിരിക്കാം, പക്ഷെ തോട്ടായിരുന്നു, ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുക, ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ? ചില ജാതകങ്ങളിൽ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ ചിന്തകളായിരിക്കും. ഗുരു ഇല്ലാത്തത് കൊണ്ട്, ഗുരു ഉപദേശമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലും അറിവുകൾ വരുന്നുണ്ടായിരുന്നു, അതിന് നിങ്ങൾ മാനിച്ചില്ല, അഹംഭാവം കൂടിയതുകൊണ്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ആ ഒരു ജ്ഞാനം ബുദ്ധി വരണമെങ്കിൽ ദേവി ആരാധന ചെയ്യണം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അപ്പോൾ ദേവി ആരാധന ഒരുപാട് ഗുണം ചെയ്യും. ഇതിനെപ്പറ്റി പറഞ്ഞാലും തീരില്ല. കാരണം ആ ചക്രത്തിലേക്ക് പെട്ടുപോകുന്നതിനെ പറ്റി ഓരോ ഉദാഹരണം എടുത്താലും ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി എടുത്തിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ഗുപ്ത നവരാത്രി വ്രതത്തിൻ്റെ ഇടയിൽ
പിന്നെ അതൊരുപാട് ലെങ്തി ആയിരുന്നു, ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടോ ഒക്കെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടതുപോലെയോ എന്തോ എനിക്കങ്ങനെ തോന്നി. എനിക്കറിയില്ല, ഭഗവതിയുടെ ആ ഒരു ആജ്ഞയായിരിക്കാം. ഒന്നും നമ്മളല്ല തീരുമാനിക്കുന്നതെല്ലാം പ്രകൃതിയാണ്, ദേവിയാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ചിട്ട് സത്കർമ്മങ്ങൾ ചെയ്തിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.